ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCB സബ് എഞ്ചിനീയർ എക്സാമിനേഷൻ ഉടൻ വരികയാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ചില ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും സംശയം ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ ജോലിയിലെ പ്രത്യേകതകൾ, എന്താണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയും ഒരു ധാരണയുണ്ട്. അതായത് KCB സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ റാങ്കിന് തൊട്ട് താഴെ വരുന്നൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീൽഡ് ലെവൽ റെസ്പോൺസിബിലിറ്റീസ് കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ജോലിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളും റോളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് KCBയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ഒരു പോസ്റ്റാണ് നിങ്ങളുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. മാത്രമല്ല, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി ധാരാളം ജോലി ചെയ്യേണ്ടതുണ്ട്, വർക്കേഴ്സിനെയും കൊണ്ട് ജോലി ചെയ്യിക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു സൂപ്പർവിഷൻ ചെയ്യേണ്ടതുമുണ്ട്. അതായത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കീഴിലായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഡിസൈൻ ആൻഡ് പ്ലാനിങ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലും കൃത്യമായിട്ടൊരു ഡിസൈനും പ്ലാനിങ്ങും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. രണ്ടാമതായിട്ട് ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് ആണ്. അതായത് ഒരു പുതിയൊരു മേഖലയിൽ ഒരു സപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു മേഖലയിൽ ലൈൻ ഇടുക, പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് കൊണ്ടുവരിക. ഈ ഒരു മേഖലയിൽ പലപ്പോഴും കരാർ മേഖലയായിട്ടായിരിക്കും ചെയ്യുന്നത്. അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും ശേഷം കമ്മീഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻസ്. നമുക്കറിയാം, ഏതെങ്കിലും രീതിയിലുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും. ഒരു കലാമിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ പെട്ടെന്നൊരു ഇഷ്യൂ അറൈസ് ചെയ്ത് വരികയാണെങ്കിൽ അവിടേക്ക് എംപ്ലോയീസ് വരികയും അവർക്കൊപ്പം തന്നെ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വരേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പർട്ടിക്കുലർ മേഖലയിൽ ചെന്നിട്ട് അതിൻ്റെ ഫാൾട്ട് ഫൈൻഡ് ചെയ്യുകയും അതിനുശേഷം അതിനുള്ള സൊല്യൂഷൻ, അതിനൊരു റെക്ടിഫിക്കേഷൻ കണ്ടെത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും പല മേഖലകളിലും ഉണ്ടാകുന്ന ഡാമേജുകൾ, ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതൊരു സാധാരണ ഒരു വർക്കറെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ തന്നെ വേണം അവിടെ പോയി ഫൈൻഡ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് വൈദ്യുതിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നഷ്ടപ്പെടാതെ റെഗുലറായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. പ്രത്യേകിച്ചും ചില ടൗൺ മേഖലകൾ, എമർജൻസി ആയിട്ട് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള മേഖലകളിൽ എപ്പോഴും നിങ്ങളുടെ റെഗുലറായിട്ടുള്ള ഇൻസ്പെക്ഷൻ, വൈദ്യുതി നഷ്ടപ്പെടാത്ത രീതിയിൽ ത്രൂ ഔട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻസ്പെക്ഷൻ്റെ റോളും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ വൈദ്യുതി മോഷ്ടിക്കപ്പെടുക പോലുള്ള കാര്യങ്ങൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അതിലും ഒരു ഇൻസ്പെക്ടറി റോള് നമുക്ക് വരാറുണ്ട്. നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ചായിരിക്കും ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരിക. അടുത്തത് സൂപ്പർവിഷൻസ് ആണ്. അതായത് പവറിൻ്റെ ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള പല മേഖലകൾ നമ്മുടെ KCBയിലുണ്ട്. ഇവയിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഒരു കൃത്യമായൊരു സൂപ്പർവിഷണറി റോള് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് കസ്റ്റമർ സർവീസ് ആണ്. നമുക്കറിയാം, KCB എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിനെ, അതായത് പണ്ടത്തെ കൂട്ടല്ല, ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അവരുടെ അവകാശങ്ങളെ പറ്റി ബോധവാന്മാരായതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ KCB ഉപഭോക്താക്കളെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് മീറ്ററിംഗ് ആൻഡ് കൺസ്യൂമർ സർവീസസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇത് നമ്മൾ സാധാരണ വീടുകളിൽ മാത്രം ചെയ്യുന്ന ഒരു റോളിലല്ല ഇവിടെ നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, വലിയ വലിയ ട്രാൻസ്ഫോമറുകൾ, പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇവിടെയെല്ലാം പലതരത്തിലുള്ള മീറ്ററിംഗ് സംവിധാനങ്ങളുണ്ട്. ഇവയൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഹ്യൂജ് പ്രോജക്റ്റുകളിലും ഈ കാര്യങ്ങൾ നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. വീടുകളിലൊക്കെ ഈ മീറ്റർ റീഡറിന് ആയിട്ടുള്ള റോളിലൊക്കെ പോകുന്നത് മീറ്റർ റീഡർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ വരുന്ന ടൈറ്റേ മാത്രം യോഗ്യതയുള്ളതാണ്. ആ ഒരു പോസ്റ്റിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് വലിയ വലിയ പ്രോജക്റ്റുകൾക്കും ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ പവർ സപ്ലൈകളിലും ഒക്കെ മീറ്ററിംഗ് വെച്ച് റെഗുലേറ്റ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. അതിലും നിങ്ങളുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഓൺഗോയിങ് പ്രോജക്റ്റോ ന്യൂ പ്രോജക്റ്റോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർക്കർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് നിങ്ങളാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം, വൈദ്യുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് എനർജി ലോസ് ആണ്. ഈ എനർജി ലോസ് മാക്സിമം കുറയ്ക്കത്തക്ക രീതിയിൽ ഏതൊരു പ്രോജക്റ്റും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് എത്രത്തോളം പ്രൊഡക്റ്റീവായി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ. അത് എത്രത്തോളം കൃത്യമായിട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു റോളും നിങ്ങൾക്ക് തന്നെ വരുന്നതാണ്. മറ്റൊന്ന്
എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് ഈ ഒരു റീസെന്റ് ടൈംസിൽ വളരെയധികം കൂടി വരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം ഇന്ന് പല കാര്യങ്ങളും എൻവയോൺമെന്റ് ബേസ്ഡ് വൈദ്യുതിയിലേക്ക് മാറുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനത്തിൽ വലിയൊരു രീതിയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും ഒപ്പം തന്നെ സോളാർ പവർ പ്രോജക്റ്റും ഒക്കെ വരുന്നുണ്ട്. പണ്ട് ഒരു പവർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിലായിരുന്നു KCB അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പവർ വാങ്ങി വിതരണം ചെയ്യുന്ന ഒരു റോളിലേക്ക് KCB മാറുന്നുണ്ട്. ഇപ്പം പെരപ്പറ സോളാർ പോലുള്ള സംവിധാനം, അതുകൂടാതെ തന്നെ പ്രാദേശികമായിട്ട് EV-കളൊക്കെ വളരെ ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി വരുന്ന ചാർജിങ് സ്റ്റേഷൻസിന്റെ പ്രൊവൈഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനുകളൊക്കെ സപ്ലൈ കൊടുക്കുക തുടങ്ങിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി കൂടി ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന ഉത്തരവാദിത്തത്തിലുപരി കൂടിയ ലെവലിലേക്ക് ഉത്തരവാദിത്തം കൂടുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വളരെയധികം ഉള്ളൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ KCB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പണ്ടത്തെ പോലെയല്ല, KCBയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിനുശേഷം നോട്ടിഫിക്കേഷൻ കഴിയുന്ന 4 മാസത്തിനുള്ളിൽ എക്സാം വരികയും തരുന്ന രീതിയിലാണ് ഇപ്പോൾ PSC പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടങ്ങുക. ഏണസ്റ്റ് അക്കാഡമിയിൽ സബ് എഞ്ചിനീയറിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായി താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.